ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്വാതന്ത്ര്യദിനത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമല്ല, സ്വദേശ് മെഗാ ക്വിസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളും ഈ വീഡിയോ അവസാനം വരെ കാണുക. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ 2 വീഡിയോസ് നമ്മൾ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്യുന്ന മൂന്നാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ 2 വീഡിയോസിലൂടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും നമ്മൾ നോക്കി. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കുറച്ചുകൂടി ടഫായ ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. എല്ലാ വർഷവും ക്വിസ് മത്സരങ്ങളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണിവ. വളരെ പ്രധാനപ്പെട്ടതാണ്. വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് ഈ വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങളെല്ലാം അറിയാമെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ അവസാനം ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. എല്ലാവരും ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കിനി നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം നമ്പർ 1. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ വൈസ്രോയി ആരാണ്? ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ വൈസ്രോയി ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു ആണ്. ചോദ്യം നമ്പർ 2. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആരാണ്? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഉത്തരം അരുണ ആസഫ് അലി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് അരുണ ആസഫ് അലിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം ദാദാഭായ് നവറോജിയാണ്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഓർമ്മയില്ലാത്തവർ ഈ വീഡിയോ കണ്ടു തീർത്ത ഉടൻ തന്നെ മറ്റ് വീഡിയോസ് കൂടി ചെക്കൗട്ട് ചെയ്യുക. ചോദ്യം നമ്പർ 3. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യത്തെ കലാപം ഏതാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണിത്. ഉത്തരം 1721 നടന്ന ആറ്റിങ്ങൽ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യത്തെ കലാപമാണ് 1721 ആറ്റിങ്ങൽ കലാപം. നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. സ്വാതന്ത്ര്യ സമര കാലത്ത് ഖദർ പാർട്ടി സ്ഥാപിതമായ വർഷം ഏതാണ്? ഉത്തരം 1913. സ്വാതന്ത്ര്യ സമരകാലത്ത് ഖദർ പാർട്ടി സ്ഥാപിതമായ വർഷം 1913 ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ്. ചോദ്യം നമ്പർ 5. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യത്തെ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രി ആരായിരുന്നു? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സർദാർ വല്ലഭായ് പട്ടേലാണ്. അതായത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യത്തെ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രിയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. ചോദ്യം നമ്പർ 6. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥ ഏതാണ്? ഉത്തരം ഇന്ത്യ വിൻസ് ഫ്രീഡം. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥയുടെ പേരാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന് ആദ്യം അറിഞ്ഞിരിക്കുക. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ചോദ്യം നമ്പർ 7. സ്വാതന്ത്ര്യ സമരകാലത്ത് ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിതമായ വർഷം ഏതാണ്? ഉത്തരം 1939. സ്വാതന്ത്ര്യ സമരകാലത്ത് ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിതമായ വർഷം 1939. ഫോർവേഡ് ബ്ലോക്കുമായി ബന്ധപ്പെട്ട ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിതമായ വർഷം 1939. ചോദ്യം നമ്പർ 8. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യത്തെ കേന്ദ്ര നിയമമന്ത്രി ആരായിരുന്നു? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. നമ്മൾ ഭരണഘടനയുടെ ശില്പി എന്ന് പറയുന്ന ഡോക്ടർ BR അംബേദ്കർ തന്നെയാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യത്തെ കേന്ദ്ര നിയമമന്ത്രി. 9ാമത്തെ ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ബീഹാറി പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ബീഹാറി പ്രസിഡന്റ് സത്യനാനന്ദ സിൻഹയായിരുന്നു. വീഡിയോയിലെ 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യൻ നാഷണൽ ആർമി ട്രയൽസ് നടന്ന വർഷം ഏതാണ്?
ഉത്തരം 1945. 10ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 1945 സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യൻ നാഷണൽ ആർമി ട്രയൽസ് നടന്ന വർഷമാണിത്. ചോദ്യം നമ്പർ 12. ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരായിരുന്നു? ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം രചിച്ചതാര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. 12ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസ്. ചോദ്യം നമ്പർ 13. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിതമായ വർഷമേത്? ഉത്തരം 1928. 13ാമത്തെ ചോദ്യം ഇതാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിതമായ വർഷം. ഉത്തരം 1928. വീഡിയോയിലെ 14ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയ വ്യക്തി ആരായിരുന്നു? ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. വീഡിയോയിലെ 15ാമത്തെ ചോദ്യം. മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഉത്തരം ബെൽഗാം സമ്മേളനം. 1924 ബെൽഗാം സമ്മേളനമാണ് മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിലെത്തിയത് എന്തിൻ്റെ പ്രചാരണാർത്ഥമാണ്? ആദ്യം തന്നെ വർഷം ഓർത്തിരിക്കുക. മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിലെത്തിയത് 1920 ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചാരണാർത്ഥമാണ് മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിലെത്തിയത്. വർഷം 1920, ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചാരണാർത്ഥം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുന്നു. ഇതുവരെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. ഇതുപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. വീഡിയോയിലെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ മലയാളി പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം KPS മേനോൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ മലയാളി പ്രസിഡന്റ് KPS മേനോൻ ആയിരുന്നു. നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഈ വീഡിയോയിലെ 1ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ശിപ്പായി ലഹള അല്ലെങ്കിൽ 1ാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതാണ്? ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് രേഖപ്പെടുത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവുകയുള്ളൂ. ഉത്തരം ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കിനി നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരവും വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. മലബാർ കലാപം നടന്ന വർഷം ഏതാണ്? ഇതിന്റെ ശരിയായ ഉത്തരം 1921. മലബാർ കലാപം നടന്ന വർഷം 1921. ഇനി ആരൊക്കെയാണ് സെലക്ട് ചെയ്യപ്പെട്ട വിന്നേഴ്സ് എന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യന്റെ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന വിന്നേഴ്സ് ഹാഷിർ, ഹന ഫാത്തിമ, നെയ്തൽ ശ്രീജിത്ത്, ആദാൻ AK, ആദിദേവ് A, ആയിഷ ശ്യാമ, ഗൗരി ലക്ഷ്മി BS, അനിക രതീശൻ, അക്ഷര, അതുപോലെ തന്നെ അനന്തലക്ഷ്മി, അതുപോലെ തന്നെ സജിന, കാർത്തിക്, നേഹ, ഋതു, നിവേദ്യ, ദേവിക, സനിൽ, അതുപോലെ തന്നെ എക്കോ എഡിറ്റർ. ഇത്രയും പേരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സായി സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതുപോലെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ആണ് തൊട്ട് മുമ്പ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നമ്മളുടെ 3ാമത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ 2 വീഡിയോസ് കാണാത്തവർ ഇപ്പോൾ തന്നെ പോയി കാണുക. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ക്ലിക്ക് ചെയ്താൽ അത് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.